നമസ്കാരം. അമേരിക്ക ഇറാൻ യുദ്ധം ചൈനയുടെ സമ്പദ് വ്യവസ്ഥയിൽ കനത്ത ആഘാതം സൃഷ്ടിക്കുന്നുണ്ട്. ട്രംപ് ഭരണകൂടം ഏർപ്പെടുത്തിയ വ്യാപാര നികുതികളെ ചൈന അതിജീവിച്ചു എങ്കിലും മിഡിൽ ഈസ്റ്റ് സംഘർഷം ചൈനീസ് നിർമ്മാണ മേഖലയെയും കയറ്റുമതിയെയും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഹോർമോസ് കടലിടുക്കിലെ തടസ്സങ്ങൾ ആഗോള വിതരണ ശൃംഖലയെ ബാധിച്ചതോടെ ചൈനയിലെ ഫാക്ടറികളിലെ ഉൽപാദന ചെലവ് കുതിച്ചുയരുകയും ഓർഡറുകൾ കുറയുകയും ചെയ്തു. ചൈനീസ് സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായ കയറ്റുമതി മേഖലയിലെ മാന്ദ്യം സാധാരണക്കാരുടെ ജീവിതത്തെ സാരമായി ബാധിച്ചിരിക്കുകയാണ്. എന്നിരുന്നാലും ആഗോളതലത്തിൽ ഇന്ധനവില വർദ്ധിച്ചത് ചൈനയുടെ ഇലക്ട്രിക് വാഹന മേഖലയിൽ ഗുണകരമാകുന്നുണ്ട്. മാർച്ചിൽ മാത്രം ചൈന 3,50,000 ഇലക്ട്രിക് വാഹനങ്ങളാണ് കയറ്റുമതി ചെയ്തത്. പെട്രോൾ ഡീസൽ വില വർദ്ധിച്ചതോടെ ലോകമെമ്പാടും ചൈനീസ് ഇവികൾ പ്രിയമേറി തുടങ്ങി. ചൈനയിലെ പ്രധാന വ്യാവസായിക കേന്ദ്രമായ ഗോങ്ഷുവിലെ തുണി വിപണിയിലെ മെട്രോ കെമിക്കൽ ഉൽപ്പന്നങ്ങളുടെ വില വർധനവ് തിരിച്ചടിയായിട്ടുണ്ട്. തുണിത്തരങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായ അസംസ്കൃത വസ്തുക്കളുടെ വില 20% വർദ്ധിച്ചതോടെ പല വ്യാപാര സ്ഥാപനങ്ങളും നഷ്ടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഉൽപാദന ചെലവ് വർദ്ധിച്ചു എങ്കിലും വിദേശ ഉപഭോക്താക്കൾ കൂടുതൽ പണം നൽകാൻ തയ്യാറാകാത്തത് ചെറുകിട വ്യാപാരികളെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്.